സ്റ്റോക്ക് മാർക്കറ്റ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഡൈനാമിക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. അതിനു മുമ്പായി നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ഇറ്റ്. ഒരുപാട് സ്ട്രാറ്റജി വീഡിയോസ് ഞാൻ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. എന്താണ് ഡൈനാമിക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്? ഡൈനാമിക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമുക്ക് രണ്ട് മൂവിങ് ആവറേജ് ആഡ് ചെയ്യുന്നുണ്ട്. സിമ്പിൾ മൂവിങ് ആവറേജ് അല്ല, എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഇത് ചാർട്ടിങ്ങിൻ്റെ ഒരു വെബ്സൈറ്റാണ് യൂസ് ചെയ്യുന്നത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനായിട്ട്. അതിൽ ഞാനൊരു 6 months ഡാറ്റ എടുത്തിട്ടുണ്ട്. ഡെയിലി ടൈം ഫ്രെയിമാണ്. അതിൽ നിങ്ങൾക്ക് നോക്കാം മൂവിങ് ആവറേജ് കാണാം. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പോണൻഷ്യൽ സെലക്ട് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് വാല്യൂ 20ഉം സെക്കൻഡ് വാല്യൂ 50ഉം കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ 20 എക്സ്പോണൻഷ്യൽ 20 മുകളിലാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ആ 20 സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. അതേപോലെ 50 എന്ന് പറഞ്ഞാൽ അത് സ്ട്രോങ് ആയിരിക്കും. ഇപ്പോൾ നമുക്ക് നോക്കാം, ഇത് നിഫ്റ്റിയുടെ ചാർട്ടാണ്, 6 മാസത്തെ ഡെയിലി ടൈം ഫ്രെയിമാണ്. ഇത് നമ്മൾ ഈ ഫസ്റ്റ് പോകുന്ന മൂവിങ് ആവറേജ് ഉണ്ടല്ലോ അത് 20 ആണ്, രണ്ടാമത് പോകുന്നത് 50. ഇപ്പോൾ ഈ മാർക്കറ്റ് ഇപ്പോൾ 20 മുകളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴൊക്കെ 20 ടച്ച് ചെയ്യുമ്പോൾ നോക്കും അത് തിരിച്ച് റിട്രേസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, കണ്ടോ? അതുപോലെ ഇവിടെയും ടച്ച് ചെയ്തിട്ട് റിട്രേസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, കണ്ടോ? പിന്നെ ഇതിൻ്റെ ഇടയിൽ വരുന്നത്, അതായത് 20നും 50നും വരുമ്പോൾ നമുക്ക് ട്രേഡ് ചെയ്യാൻ ഉണ്ടാകും. കാരണം അതൊരു കൺഫർമേഷൻ അല്ല. അതിന് മുകൾ സൈഡ് അപ്പ് സൈഡിൽ പോകണം, ഡൗൺ സൈഡിൽ പോകണം. അതുകൊണ്ട് ഇവിടെ നമുക്ക് അപ്പ് സൈഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ബൈ ട്രെൻഡായിട്ട് കാണാം, കണ്ടോ? പിറ്റേ ദിവസം അത് ഇത്തിരി കയറിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ നോക്കുമ്പോൾ മാർക്കറ്റ് ട്രാപ്പാണ്. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. നമ്മളത് അപ്പം ഒന്ന് വെയിറ്റ് ചെയ്യാം. അതുകൊണ്ട് ഇവിടെ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട് താഴെ. അപ്പോൾ നമുക്കൊരു സെൽ ട്രെൻഡിലേക്ക് പോവാം. പക്ഷേ അത് അധികം താഴേക്ക് പോയില്ല, കുറച്ച് താഴേക്ക് വന്നിട്ട് തിരിച്ച് റീക്ലൈം ചെയ്യാണ് ചെയ്തത്. അതിനുശേഷം 2 ദിവസം ഇതിൻ്റെ ഉള്ളിൽ 2-3 ദിവസം അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ട്രേഡ് നടന്നത്. അതിനുശേഷം നിങ്ങൾ നോക്കി കാണാം, മാർക്കറ്റ് ഒരു മൂവായിരുന്നു, സഡൻ മൂവായിരുന്നു മുകളിലേക്ക്. പിന്നെയും അത് താഴേക്ക് വന്നിട്ടുണ്ടെങ്കിലും ഇത് നമ്മുടെ 20ഉം 50ഉം സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് കയറാണ് ചെയ്തത്. അപ്പോൾ ഈ വാല്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഏത് സ്റ്റോക്കിൽ വേണമെങ്കിലും ട്രൈ ചെയ്യാം. ഞാനിപ്പോൾ ബാങ്ക് നിഫ്റ്റി ജസ്റ്റ് ട്രൈ ചെയ്തെന്നുള്ളൂ. ഇനി വേണമെങ്കിൽ നമുക്ക് സ്റ്റോക്കിൽ റിലയൻസ് നോക്കാം. റിലയൻസ് എന്നും മൂവ്മെൻറ്റുള്ള സ്റ്റോക്ക് ആയതുകൊണ്ടാണ് ഞാൻ റിലയൻസ് എടുത്തത്. ഇപ്പോൾ റിലയൻസ് നോക്കി കാണാം, നിങ്ങൾക്ക് എപ്പോഴൊക്കെ ഈ 20 ടച്ച് ചെയ്യുന്നു മാർക്കറ്റ് അവിടെ നിന്ന് റീക്ലൈമിന് ശ്രമിക്കുന്നുണ്ട്, കണ്ടോ? അതിനുശേഷം മാർക്കറ്റ് റീക്ലൈമിന് ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ എപ്പോഴൊക്കെയാണ് ഇതിൻ്റെ താഴെ ക്ലോസ് ചെയ്യുന്നത്, താഴേക്ക് പോയിട്ടുമുണ്ട് മാർക്കറ്റ്, കണ്ടോ? അതിനുശേഷം നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചാൽ കാണാം, വീണ്ടും മാർക്കറ്റ് കയറി കറക്റ്റ് നമ്മുടെ മൂവിങ് ആവറേജിൽ ടച്ച് ചെയ്തിട്ട് 20 മൂവിങ് ആവറേജ് ടച്ച് ചെയ്തിട്ട് താഴേക്ക് അടിക്കുകയാണ് ചെയ്തത്, കണ്ടോ? ഇതുപോലെ മിൻട്രി ട്രെൻഡിങ് സ്റ്റോക്കാണ്, അതുകൊണ്ടാണ് ഞാനത് എടുത്തത്. അതുകൊണ്ടോ മിൻട്രി നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, എപ്പോഴൊക്കെ ഈ 20 മൂവിങ് ആവറേജ് ടച്ച് ചെയ്തിട്ടുണ്ടോ അവിടെ നിന്ന് കയറി പോയിട്ടുള്ളൂ. അതുകൊണ്ട് ഇവിടെ മാർക്കറ്റ് ക്രാഷ് ചെയ്തു, പക്ഷേ ആ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. നിങ്ങളിവിടെ ശ്രദ്ധിച്ചാൽ കാണാം, അത് സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ട്രെൻഡിങ് സ്റ്റോക്ക് എടുത്തിട്ട് ഇതുപോലെ നമുക്ക് ലെവൽ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. ഇത് പൊസിഷണൽ ട്രേഡേഴ്സിന് വളരെ ഉപകാരപ്രദമായ ഒരു സ്ട്രാറ്റജിയാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ബാങ്ക് നിഫ്റ്റി നോക്കണമെങ്കിൽ ബാങ്ക് നിഫ്റ്റി നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ആ സപ്പോർട്ട് ലൈൻ എടുത്തിട്ട് അത് കയറി പോകുന്നത്. എപ്പോഴൊക്കെ അത് സപ്പോർട്ട് എടുക്കുന്നോ അത് കയറി പോകുന്നുണ്ട്. എപ്പോഴൊക്കെ സപ്പോർട്ടിന് താഴെ പോകുന്നുണ്ടോ, ഉണ്ടോ? താഴെ പോകുന്നുണ്ടോ അത് താഴേക്ക് വരുന്നുണ്ട്. പിന്നെ ഈ ലൈൻസ് ഇങ്ങനെ ഒരുപാട് ക്ലോസ് ആയി നിൽക്കുമ്പോൾ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ഒരു ക്യാൻഡിൽ ടച്ച് ചെയ്യാണ്ട് ഇത് മുകളിൽ ക്ലോസ് ചെയ്യുമ്പോൾ മാത്രം എൻട്രി എടുത്താൽ മതി. കാരണം ഇവിടെ കണ്ടോ ഒരുപാട് ഇത് അതായത് 20 days എക്സ്പോണൻഷ്യലും 50 days എക്സ്പോണൻഷ്യലും ക്ലോസ് ആയിട്ടാണ് വരുന്നത്. ഭയങ്കര ക്ലോസ് ആയി വരുമ്പോൾ അവിടെ ഒരു കൺസോൾട്ടേഷൻ നടക്കുകയാണ്. അതായത് റേഞ്ച് ബോണ്ടിലേക്കാണ് മാർക്കറ്റ് ആ സമയത്ത് പോയിക്കൊണ്ടിരുന്നത്, കണ്ടോ? ഇപ്പോൾ നമുക്ക് അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് റേഞ്ച് ബോണ്ട് കറക്റ്റ് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു റേഞ്ച് ബോണ്ടിലാണ് മാർക്കറ്റ് വന്ന് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അതാണ് ഈ 50 20 എക്സ്പോണൻഷ്യൽ മൂവിങ് ക്ലോസ് ആയി വന്നത്. അത് കഴിഞ്ഞ് ഒരു ബ്രേക്കൗട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം നിയർ ഫ്യൂച്ചറിൽ ഒരു നല്ലൊരു ബ്രേക്കൗട്ടിന് ചാൻസ് ഉണ്ടെന്ന്. വൺ സൈഡ് ചാൻസ് ഉള്ള ബ്രേക്കൗട്ടായിരിക്കും, കണ്ടോ? ഇവിടെ അപ്പ് സൈഡായിരുന്നു ബ്രേക്കൗട്ട് ചാൻസ് വന്നത്, കണ്ടോ? അപ്പ് സൈഡ് ബ്രേക്ക് ചെയ്തിട്ട് അത് മാർക്കറ്റ് നല്ല രീതിയിൽ കയറി പോവുക ചെയ്തത്. അതിന് ഇവിടെ നോക്കിയാൽ കാണാം, നിങ്ങൾക്ക് മാർക്കറ്റ് കയറാൻ തുടങ്ങിയപ്പോൾ തന്നെ ആ 20 മൂവിങ് ആവറേജിൽ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിൽ ടച്ച് ചെയ്തിട്ട് വീണ്ടും മാർക്കറ്റ് കയറിപ്പോയി. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നിങ്ങളൊരു പൊസിഷണൽ ട്രേഡർ ആണെങ്കിൽ
ചാർട്ടിംഗ് വെബ്സൈറ്റ് യൂസ് ചെയ്യാം. അതിൽ മൂവിങ് ആവറേജ് എക്സ്പോണൻഷ്യൽ 20, 50 ആക്കാം. എന്നിട്ട് എപ്പോഴൊക്കെയാണ് ഒരു ട്രെൻഡിങ് സ്റ്റോക്ക് നിങ്ങൾ 2-3 ട്രെൻഡിങ് സ്റ്റോക്ക് സെലക്ട് ചെയ്തിട്ട് ആ സ്റ്റോക്കിൽ എപ്പോഴൊക്കെയാണോ 20 ടച്ച് ചെയ്യുന്നത് ആ സമയത്ത് ഒരു ബൈ എടുക്കാം. 50 ടച്ച് ചെയ്യുമ്പോഴും വീണ്ടും ബൈ എടുക്കാം. ഇതിൻ്റെ ഇടയിലാണെങ്കിൽ ട്രേഡിൽ നിന്ന് മാറി നിൽക്കാം. ഇനിയിപ്പോൾ താഴെയാണെങ്കിൽ നമ്മൾ പൊസിഷൻ എക്സിറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ സെല്ലിലേക്ക് പോവാം, അല്ലെങ്കിൽ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം. കാരണം ഇതൊരു പൊസിഷൻ ട്രേഡിംഗ് സ്ട്രാറ്റജി ആയതുകൊണ്ട് നമുക്കൊരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഞാൻ അടുത്ത ദിവസം വരാം. അതിനു മുമ്പായി ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണുന്നവരെ നന്ദി, നമസ്കാരം.